രേഖ. അയ്യോ, ഇത് ഒരുപാട് മൈലാഞ്ചി ഉണ്ടല്ലോ അമ്മേ. എന്തിനാ ഇത്രയധികം? ഒരുപാട് കാശായി കാണുമല്ലോ ഇതിന്. അത് സാരമില്ല സരോജം. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ സ്ത്രീകളും മൈലാഞ്ചി ഇടണം. എന്നാലേ മൊത്തത്തിൽ ഒരു ഐശ്വര്യം വരൂ. കറക്റ്റ്. ഇത് വെറൊരു സാധാരണ മൈലാഞ്ചി കല്യാണം അല്ല. ഇതെന്റെ സ്വീറ്റ് കോ സിസ്റ്റർ ശ്രീലക്ഷ്മിയുടെ മൈലാഞ്ചി കല്യാണം. അപ്പൊ എല്ലാവരും കൈ നിറയെ മൈലാഞ്ചി ഇടണം. അതിന് ഇത്രയും തന്നെ തികയുമെന്നാ എന്റെ സംശയം. ഇത് തികഞ്ഞില്ലെങ്കിൽ ഇനി ഞാൻ വാങ്ങിപ്പിക്കാം. സന്തോഷായി മാഡം. എന്റെ മോളോട് രേഖാ മാഡത്തിന് ഇത്രയും കരുതലുണ്ടല്ലോ. അതാ അവളോട് ബ്യൂട്ടി പാർലറിൽ പോകാൻ പറഞ്ഞതല്ലേ? സത്യം പറഞ്ഞ ശ്രീമോളുടെ അച്ഛൻ ഈ പാർലറൊന്നും ഇഷ്ടമില്ലാത്തതാ. എന്നിട്ട് രേഖാ മാഡം പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞപ്പോഴാ അച്ഛൻ സമ്മതിച്ചത് തന്നെ. താങ്ക് യു അങ്കിൾ. ശ്രീലക്ഷ്മി ഒന്ന് ഫേഷ്യൽ ചെയ്ത് വരുമ്പോ നന്നായിരിക്കും. വരുമ്പോ കാണാം നമുക്ക്. ഹലോ, നമസ്കാരം. അകത്തേക്ക് വരാവോ? ആ വാ പപ്പി, വാ വാ. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഇത് പപ്പിയുടെയും കൂടെ സ്വന്തം വീടല്ലേ? ഇത് ഇത് നമ്മുടെ അയൽവാസിയാ, കൃഷ്ണയുടെ അമ്മ. ഓ, പേര് പത്മിനി. ഞമ്മള് വലിയ കൂട്ടാ. ഓ, പപ്പിക്കറിയില്ലേ രേഖാ മാഡത്തിനെ? ആ, ഞാനെന്ന് നിശ്ചയത്തിന് കണ്ടിരുന്നു. പക്ഷേ പെട്ടെന്ന് കയറി അങ്ങ് അടുക്കാൻ തോന്നിയില്ല. ആ, അത് ചിലരുടെ ഒരു പ്രത്യേക സ്വഭാവമാ. പുറമേ കാണുമ്പോ ഭയങ്കര ഗൗരവക്കാരായിരിക്കും, പക്ഷേ ഉള്ളില് പഞ്ചഭാഗങ്ങളായിരിക്കും. രേഖാ മാഡം അങ്ങനെ തന്നെ. അതെ അതെ, പഞ്ചപാവുവാ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. മൂക്കത്താണ് ദേഷ്യം. ചിലപ്പോ പിടിച്ചാ നിൽക്കൂല. അതമ്മ പറഞ്ഞത് കറക്റ്റാ. പിടിച്ചാ നിൽക്കൂല, നമ്മുടെ തലയെടുത്ത് ഇറങ്ങും. രഘു, അങ്ങനെയുള്ള ഒരു നല്ലവരായിരുന്നു സാറേ. ദേഷ്യം വരുമ്പോ ഉള്ളത് വെട്ടി തുറന്നങ്ങ് പറയും. പക്ഷേ മനസ്സ് ശുദ്ധമായിരിക്കും ഉറപ്പാ. എന്നെ പോലെ തന്നെ. എന്നെയും പോടാ ഇവിടുന്ന്. മുതിർന്നവര് സംസാരിക്കുന്നിടത്ത് നിനക്കെന്ത് കാര്യം? കുറച്ചു നേരായിട്ട് ഞാൻ ശ്രദ്ധിക്കുക. ഈ നെക്ലേസ് നല്ല രസമുണ്ടല്ലോ. രേഖാ മാഡം ഇത് എവിടുന്നാ വാങ്ങിച്ചത്? വാങ്ങിച്ചത് എവിടെന്നോ ആയിക്കോട്ടെ. എന്തേ, ആന്റിക്ക് ഇത് ഇഷ്ടപ്പെട്ടോ? പിന്നെ ഇഷ്ടപ്പെട്ടോന്നോ? എന്ത് ഭംഗിയായത്! നക്ഷത്രം പോലെയാ തിളക്കം. ആഹാ, കൊള്ളാലോ. അപ്പോ ആന്റിക്ക് ഞാൻ ഈ നക്ഷത്ര നെക്ലസ് തന്നേക്കട്ടെ, എടുത്തോളാൻ. അയ്യോ വേണ്ട മാഡം, ഇത് മാഡത്തിനാ നന്നായിട്ട് ചേരുന്നത്. എനിക്കിതൊന്നും ചേരില്ല. ഞാൻ വെറുതെ ഒരു കൗതുകത്തിന്. ആ കൗതുകം എനിക്കുണ്ട്. അതാ ഞാൻ പറയുന്നേ, ഇത് ആന്റിക്ക് നന്നായിട്ട് ചേരുമെന്ന്. ഒന്ന് ഇട്ട് നോക്കിയേ. ജസ്റ്റ് എ മിനിറ്റ്. രഘു, ഒന്ന് പിടിച്ചേ. അയ്യോ, ആന്റി ഇതൊന്ന് ഇട്ടിട്ട് വന്നേ, ചേരുമെന്ന് നോക്കാം. അയ്യോ ഞാനോ? ഞാൻ അത് പിന്നെ വേണ്ട മാഡം, ഇതൊന്നും ഇട്ട് നമുക്ക് ശരിയല്ലാത്തതാ. അർഹതയുള്ളതേ ആഗ്രഹിക്കാൻ പാടുള്ളൂ. സരോജത്തിനൊന്നും ശരിയാവില്ല. കാമോൺ അങ്കിൾ, നമ്മൾ ഒരേ ഫാമിലി ആവാൻ പോവല്ലേ, പിന്നെന്താ പ്രോബ്ലം? വേണ്ട രഘു, ഒന്നും പറയണ്ട അവരോട്. ഇവർക്കൊക്കെ അത്രയേ ഉള്ളൂന്ന് മനസ്സിലായി എനിക്ക്.
ഞാനും ഇവരുടെ ശ്രീലക്ഷ്മി പോലെയാണെന്ന് കരുതാൻ ഇവർക്കാവില്ല. ശ്രീലക്ഷ്മിയാണ് ഈ നെക്ലസ് കൊടുത്തിരുന്നെങ്കിൽ സരോജാന്റി വേണ്ടെന്ന് പറയുമായിരുന്നോ? ഇല്ലല്ലോ. അതാണ് അവനവന്റെതും അന്യന്റെതും തമ്മിലുള്ള വ്യത്യാസം. രേഖ ഇത്രയൊക്കെ പറഞ്ഞതല്ലേ സരോജം? ഈ ഫംഗ്ഷൻ കഴിയുന്നതുവരെയെങ്കിലും ഇട്ടോളൂ. രേഖയ്ക്കൊരു സന്തോഷം ആയിക്കോട്ടെ. അല്ലമ്മ, അത് പിന്നെ സുദർശൻ ഒന്ന് സമ്മതിക്ക്. ഫംഗ്ഷൻ കഴിയുമ്പോ ഞങ്ങൾ തന്നെ ചോദിച്ച് തിരികെ വാങ്ങിക്കൊള്ളാം. പ്ലീസ്. ഇവിടെ ഒരു നല്ല കാര്യം നടക്കുമ്പോ ഒരാളുടെ പരിഭവം ഒഴിവാക്കാനാ. ശരിയമ്മ. ഫംഗ്ഷൻ കഴിയുമ്പോ തിരികെ കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. താങ്ക് യു അങ്കിൾ, താങ്ക് യു വെരി മച്ച്. അവളുടെ ഒരാളാവക്കം കണ്ടില്ലേ? നിന്നെ ഞാൻ ശരിയാക്കി തരാടി. വാവ്, അടിപൊളി സരോജാന്റി. ഓസം ലുക്ക്. കൊള്ളല്ലേ? എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞാൻ ഇപ്പൊ വരാമേ. അച്ഛാ, ഈ കസരക്ക് നീക്കിട്ട് കൊടുക്ക്. നോക്കി നിൽക്കാതെ വേഗം ചായ എടുത്തു കൊടുക്ക്. മാറ്. ആയ്. ഒരു ഭംഗിയാ. ഇതുവരെ സാറ് വിളിച്ചില്ലല്ലോ. സാറിന് ഞാൻ അയച്ച മെസ്സേജ് കിട്ടിക്കാണില്ലേ? എവിടെയായിരിക്കും സാർ ഇപ്പോ? എന്റെ ദൈവമേ, ഒന്ന് സഹായിക്കണേ. ഞാൻ ഒന്നുകൂടെ സാറിനൊന്ന് വിളിച്ചു നോക്കാൻ പോവാ. ഹലോ. ഹലോ സർ. സർ, ഇത് ഞാനാ ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി, താനിത് എവിടെയാ? തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ എവിടെയുള്ളതെന്ന് എനിക്കറിയില്ല സർ. എന്നെ ഇവിടെ കെട്ടിയിട്ടിരിക്കുക. എന്നെ തട്ടിക്കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തി സാറിനെ കൊണ്ട് എന്തോ നുണ പറയിപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. സാർ, എനിക്ക് വേണ്ടി ഒരു റിസ്ക് എടുക്കരുത് സർ, പ്ലീസ്. ശ്രീലക്ഷ്മി, വെയിറ്റ് എ മിനിറ്റ്. ആദ്യം താൻ എവിടെയാണെന്ന് പറയൂ. ഓക്കെ, അത് തനിക്കറിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലൂ തരാൻ പറ്റുമോ? എനിക്ക് ആ സ്ഥലം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ക്ലൂ. എനിക്കൊന്നും ഓർമ്മയില്ല സർ. വീട്ടിൽ നിന്ന് വണ്ടിയിൽ കയറിയതിനു ശേഷം ഇവിടെ വന്ന ഞാൻ കണ്ണു തുറക്കുന്നത്. ബോധം വന്നപ്പോ 1-2 സ്ത്രീകളും ഗുണ്ടകളും കൂടി ബലം പ്രയോഗിച്ച് എന്നെ തടവിലിട്ടിരിക്കുക. ഇതൊരു വലിയ ബിൽഡിങ്ങിന്റെ ഉയരത്തെ നിലയാ. അവര് താഴെ കാവല് നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ശ്രീലക്ഷ്മി, അവിടെ അടുത്ത് ഡോർസ്, വിൻഡോസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കൂ വേഗം. ആ, ഉണ്ട് സാർ, ഉണ്ട്. ജനാലയും കിളിവാതിലും ഒക്കെ ഉണ്ട്. എങ്കിൽ തനിക്ക് ആ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കാൻ സാധിക്കില്ലേ? നോക്കാനേ സാധിക്കൂ സർ, പക്ഷെ ഇവിടുന്ന് ശബ്ദമൊന്നും പുറത്തേക്ക് കേൾക്കുന്ന തോന്നുന്നില്ല. അവരെന്റെ കൈ കെട്ടിവെച്ചിരിക്കുക. പുറത്ത് ആ ലേഡീസും ഗുണ്ടകളും ഉണ്ടെന്ന് തീർച്ചയാ. അങ്ങനെയാണെങ്കിൽ ശ്രീലക്ഷ്മി, താനിപ്പോ ഉള്ളിടത്ത് ഒരു ഫയർ ആക്സിഡന്റ് ഉണ്ടായാൽ ഒരു 20-30 മിനിറ്റ് താൻ സേഫ് ആയിട്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ടോ? അതിനുള്ള സാഹചര്യം ഉണ്ടോ അവിടെ? ആ ഉണ്ട് സാർ. ഇവിടെ ഒരുപാട് കോറിഡോറുകളൊക്കെ ഉണ്ട്. എനിക്ക് ഒളിച്ചിരിക്കാൻ പറ്റും. വെരി ഗുഡ്. എന്നാ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കാം. അവിടെ ഏതെങ്കിലും വിധത്തിൽ തീ പിടിപ്പിക്കാനുള്ള എന്തെങ്കിലും വഴിയുണ്ടെന്ന് നോക്കൂ. അവിടെ ഒരു തീപിടുത്തം ഉണ്ടാക്കണം എന്നർത്ഥം.
അങ്ങനെ സംഭവിച്ചാൽ പരിസരത്തുള്ള ആരെങ്കിലും അത് കണ്ട് ഫയർ സ്റ്റേഷനിൽ വിവരം അറിയിക്കും. ഫയർ സ്റ്റേഷനിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ ആ നിമിഷം അവരെന്നെ അറിയിക്കാനുള്ള സജ്ജീകരണം ഞാൻ ചെയ്തോളാം. ഇവിടെ അതിനുള്ള സാഹചര്യം ഇല്ല സർ. എനിക്ക് സാധിക്കുമോന്ന് അറിയില്ല. Come on, ശ്രീലക്ഷ്മി. Just try for a chance. താൻ എനിക്ക് വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കൂ. തനിക്ക് സാധിക്കും. എന്തെങ്കിലും കാണും അവിടെ. പ്ലീസ് ട്രൈ. ഓക്കെ സർ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ആ നോക്ക് ശ്രീലക്ഷ്മി, തീ പിടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും, ലൈക്ക് പെട്രോൾ, ഡീസൽ, ആൽക്കഹോൾ എന്തെങ്കിലും അവിടെ കാണും. ഇല്ല സർ, ഇവിടെ ഒന്നുമില്ല. എനിക്കൊന്നും കണ്ടെത്താൻ പറ്റുന്ന തോന്നുന്നില്ല സർ. ഐ എം സോറി. എന്റെ ഫോൺ. ആരോടെടി നീ ഫോണിൽ സംസാരിച്ചേ? ഹലോ ശ്രീലക്ഷ്മി, ഹലോ പറയടി, പറയാൻ. ഹലോ ഹലോ ശ്രീലക്ഷ്മി. ആർക്കാ നീ ഫോൺ ചെയ്തേ? പറയടി, പറയാൻ. നിങ്ങൾ ഈ ഫോണും കൊണ്ട് പൊയ്ക്കോ. GD സാറിനെ വിളിച്ച് നടന്ന കാര്യങ്ങൾ അതെ രാജാറാം, പറഞ്ഞത് മനസ്സിലായില്ലേ? സിറ്റിയിലുള്ള എല്ലാ ഫയർ സ്റ്റേഷനുകളിലും ഞാൻ പറഞ്ഞ ഇൻഫർമേഷൻ പാസ് ചെയ്യണം. എവിടുന്ന് ഫയർ ആക്സിഡന്റ് കോൾ വന്നാലും നമുക്ക് ഇൻഫർമേഷൻ അപ്പൊ തന്നെ കിട്ടണം. ഡു യു അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായി. പക്ഷെ അത് ശ്രീലക്ഷ്മിയുടെ സ്ഥലമാണെന്ന് നമ്മൾ എങ്ങനെ കൺഫേം ചെയ്യും രവി? കോൾ വന്ന ലൊക്കേഷൻ ട്രേസ് ഔട്ട് ചെയ്ത് പോലീസിനെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യിക്കുന്നതല്ലേ നല്ലത്? ഏയ് ഇല്ല രാജാറാം, ഞാൻ ശ്രീലക്ഷ്മിയായിട്ട് സംസാരിച്ചിരിക്കുന്ന അവൻ മനസ്സിലാക്കിയിരിക്കുന്നു. അവൻ തീർച്ചയായിട്ടും മറ്റെന്തെങ്കിലും പ്ലാൻ ചെയ്തിരിക്കണം. അവൻ ഒരിക്കലും വിചാരിക്കാത്ത വഴികളിലൂടെ ആയിരിക്കണം നമ്മൾ നീക്കങ്ങൾ നടത്താൻ. ശരി, ഫയർ ക്രിയേറ്റ് ചെയ്തെന്ന് തന്നെ ഇരിക്കട്ടെ. ആ തീപിടുത്തം ആരും കണ്ടില്ലെങ്കിൽ നമ്മൾ തന്നെ ശ്രീലക്ഷ്മിയെ റിസ്കിലാക്കുകയല്ലേ ചെയ്യുന്നത്? ഒരിക്കലും ഇല്ല രാജാറാം, എനിക്ക് ഉറപ്പുണ്ട്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രയത്നങ്ങൾ ഒരിക്കലും വെറുതെ ആകില്ലെന്നുള്ള ഉറപ്പ്. ശ്രീലക്ഷ്മിക്ക് ഒന്നും സംഭവിക്കില്ല. നീ ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ നോക്ക്. അപ്പോ ഞാനുടൻ പ്രസ് മീറ്റ് ക്യാൻസൽ ചെയ്ത രവി? ഏയ് നോ 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 നോ, വേണ്ട രാജാറാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. യു ഡു വൺ തിങ്. നീ പറഞ്ഞതുപോലെ ശ്രീലക്ഷ്മി ഫോൺ ചെയ്ത ലൊക്കേഷൻ ട്രേസ് ചെയ്ത് അവിടുത്തെ ഫയർ സ്റ്റേഷനിൽ വേണം ആദ്യം ഇൻഫോം ചെയ്യാൻ. ഓക്കെ രവി, ഡൺ. ഞാൻ ഇപ്പൊ തന്നെ ബന്ധപ്പെടാം. ഓക്കെ.
സ്പീഡ് പോരല്ലോ രവി സാറേ. ശ്രീലക്ഷ്മിയെ രക്ഷിക്കാൻ ഈ സ്പീഡൊന്നും പോരാ. നീ വരുന്ന സ്പീഡിൽ എന്റെ കാറിൽ ഇടിച്ച് അത് സമ്മർ സോൾട്ട് അടിച്ച് വീണ് തകരണം. ഇത് വെറുതെ ഈ കാറിന് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി. അയ്യോ കൊല്ലരുത്, ഞാനിപ്പോ ഒരു ഹാൻഡിക്യാപ്പാ. ഏതായാലും ശ്രീലക്ഷ്മിയുടെ കോളിങ് വന്നപ്പോഴേക്കും നീ പിന്നെയും അങ്ങ് ഫോമിലായി അല്ലേ? ഞാനെങ്ങനെ അറിഞ്ഞെന്നാവും. അതെ, എവിടേക്കാണ് ശ്രീലക്ഷ്മിയെ കൊണ്ടുപോകുന്നതെന്ന് എന്നോട് പറയണ്ടെന്നേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. എന്തെങ്കിലും അതിബുദ്ധി കാട്ടിയാൽ അപ്പോഴേ അറിയിക്കണമെന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു. അവരത് ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ നീ പ്രസ് മീറ്റിൽ സംസാരിക്കുന്നത് വരെ അവൾ സേഫ് ആയിരിക്കുമെന്ന് ഉറപ്പാ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ തത്ത പറയുന്നത് പോലെ അവിടെ മീഡിയയ്ക്ക് മുന്നിൽ പറഞ്ഞാൽ ശ്രീലക്ഷ്മി സേഫ് ആയിരിക്കുമെന്നർത്ഥം. ചിടി, നിനക്ക് എന്നെ കുറിച്ച് നന്നായിട്ട് അറിയാലോ. എന്നിട്ടും നീ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്താൽ ഇതിനുള്ള ശിക്ഷ എന്തായിരിക്കും എന്ന് ഊഹിക്കുന്നത് നന്നായിരിക്കും. എന്റെ പൊന്നെ, പേടിപ്പിക്കല്ലേ, ജീവിച്ചു പൊയ്ക്കോട്ടെ. ആ, ഇവിടെ ഇപ്പൊ ഞാൻ വന്നത് കൊച്ചൊരു കാര്യം പറയാനാ. ഒരു മിനിറ്റായി. ആ, കിട്ടി. ഈ ഫോണ് നിന്റെ കയ്യിലിരിക്കട്ടെ. ഈ ഫോണിലെ എന്റെ കോളായത്. നീ ആരെ വിളിച്ചാലും സംസാരിച്ചാലും എനിക്കറിയണം. അതിനു വേണ്ടിയിട്ടാ. പഴയ ഒരു നമ്പര് എന്നാ പിടിക്ക്. പിന്നെ നീ ഫോൺ ഓഫാക്കിയാ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയണ്ടല്ലോ. ഇതാ വാങ്ങ്. ആ, വാങ്ങ് രവി സാറേ. അതെ, മീഡിയക്കാരവിടെ വെയിറ്റ് ചെയ്യ. ഇനി നിന്റെ കാർ എവിടെയും നിർത്താൻ പാടില്ല. നേരെ പ്രസ് മീറ്റിലേക്ക്. എന്നാ പിന്നെ പൊയ്ക്കോ. പൊയ്ക്കോന്നേ പ്ലീസ്. എന്നെ ഇപ്പൊ പച്ചയ്ക്ക് കത്തിക്കാനുള്ള പകയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാം, കാമുകി എന്റെ തടവിലായി പോയില്ലേ. ഏതായാലും ഈ പ്രസ് മീറ്റ് കഴിയുമ്പോ നിനക്ക് തരാനുള്ള സമ്മാനം ഞാൻ തരുന്നുണ്ട്. കാത്തിരുന്നോ നീ. GD റെഡിയാ. ആർക്കാ നീ ഫോൺ ചെയ്തേ?
അവിടെ ഏതെങ്കിലും വിധത്തിൽ തീ പിടിപ്പിക്കാനുള്ള എന്തെങ്കിലും വഴിയുണ്ടെന്ന് നോക്കൂ. അവിടെ ഒരു തീപിടുത്തം ഉണ്ടാക്കണം എന്നർത്ഥം.